രാജ്യങ്ങളിൽ ജനങ്ങൾ വീർപ്പുമുട്ടുമ്പോഴും രാജ്യം കടക്കെണിയിലും അധപതനത്തിലേക്കും മുങ്ങി നിൽക്കുമ്പോഴും ഇന്ത്യ വിരോധവും തീവ്ര ഇസ്ലാമിക മതമൗലികവാദവും ആയുധമാക്കി പാകിസ്ഥാനെ അപകടകരമായ പാതയിലേക്ക് നയിക്കുകയാണ് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീർ. ഈ ക്രിസ്മസിന് എന്ത് ഗിഫ്റ്റ് ചെയ്യും? മൈജിയിലുണ്ടല്ലോ എല്ലാം. ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഡിജിറ്റൽ ആക്സസറീസ്, കൂടുതൽ ഓഫറുകൾ, കുറഞ്ഞ EMI. നേരെ മൈജിയിലേക്ക് പോയ പോരെ. പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടതിന്റെ ഉന്നതമായ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള ഘട്ടത്തിലാണ് രാജ്യമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പഞ്ചാബ് മുഖ്യമന്ത്രി മറിയം നവാസിന്റെ മകൻ ജുനൈദ് സബ്സറിന്റെ വിവാഹ സൽക്കാരത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു മുനീറിന്റെ ഈ വിവാദ പരാമർശങ്ങൾ. പരിശീലനം ലഭിച്ച പാശ്ചാത്യ ശൈലി പിന്തുടർന്നിരുന്ന മുൻ പാക് സൈനിക മേധാവികളിൽ നിന്നും വ്യത്യസ്തമായി തീവ്ര മതമൗലികവാദിയായ ഹാഫിസി ഖുറാൻ, അതായത് ഖുറാൻ മനഃപ്പാടമാക്കിയവൻ എന്ന പ്രതിച്ഛായയാണ് മുനീർ വളർത്തുന്നത്. സൈന്യത്തെ ഒരു പ്രൊഫഷണൽ സേന എന്നതിലുപരി ഇസ്ലാമിന്റെ സംരക്ഷകരായി മാറ്റാനാണ് അദ്ദേഹത്തിന്റെ ശ്രമം. ഭാരതത്തെ ഫിസ്ന അൽ ഹിന്ദുസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അതിർത്തിയിൽ അശാന്തി പടർത്താനാണ് പാക് സൈന്യത്തിന്റെ നീക്കം. ഭാരതീയരും പാകിസ്ഥാനികളും എല്ലാ അർത്ഥത്തിലും രണ്ട് രാഷ്ട്രങ്ങളാണെന്നും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു കാര്യത്തിലും യോജിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. 2025 ഏപ്രിൽ ഇസ്ലാമാബാദിൽ നടന്ന പ്രവാസികളുടെ സമ്മേളനത്തിലും അദ്ദേഹം ഇതേ വിഷം ചീറ്റിയിരുന്നു. ബലൂചിസ്ഥാനിലെ വിമതരെ ഫിത്ന അൽ ഖവാരിജ് എന്ന് വിളിച്ച് അവരെ മതഭ്രഷ്ടരായി ചിത്രീകരിക്കുന്ന മുനീർ സൈനിക നടപടികൾക്ക് വിശുദ്ധ യുദ്ധത്തിന്റെ പരിവേഷം നൽകുന്നു. പാകിസ്ഥാന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം കലിമയാണെന്ന് പറയുന്ന മുനീർ സൈന്യത്തെ 7ാം നൂറ്റാണ്ടിലെ അറേബ്യൻ യുദ്ധതന്ത്രങ്ങളിലേക്ക് പിന്നോട്ട് നയിക്കുകയാണെന്നും നിരീക്ഷകർ പറയുന്നുണ്ട്. ഭാരതത്തോടുള്ള സിവിലൈസേഷൻ ശത്രുത നിലനിർത്തുന്നത് വഴി തന്റെ അധികാരം ഉറപ്പിക്കാനാണ് മുനീറിന്റെ ശ്രമം. എന്നാൽ കടക്കണിയിൽ നിന്നും കരകയറാൻ വഴിയില്ലാതെ ഉഴറുന്ന പാകിസ്ഥാനിൽ ഈ മതവിഷം എത്ര കാലം ഫലിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതേസമയം പ്രാദേശിക സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോൾ എല്ലാ രാജ്യങ്ങളും അവരുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ദേശീയ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തി ഭാവിയിലെ സംഘർഷങ്ങൾക്ക് അവരെ സജ്ജമാക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ സൈനിക ശേഷി ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നൂതന യുദ്ധവിമാനങ്ങൾ, ദീർഘദൂര മിസൈൽ സംവിധാനങ്ങൾ, വ്യോമ കര ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന നൂതന ആയുധ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിലൂടെ രാജ്യങ്ങൾ അവരുടെ സൈനിക അഭിലാഷങ്ങൾ നിർമ്മിക്കുന്നതിലും നവീകരിക്കുന്നതിലും വൻതോതിൽ നിക്ഷേപം നടത്തുന്നു. അടുത്തിടെ ഫ്രാൻസിൽ നിന്നും 114 റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത വ്യോമശക്തി വർദ്ധിപ്പിക്കുന്നതിനും എതിരാളികളെക്കാൾ സാങ്കേതിക നേട്ടം നിലനിർത്തുന്നതിനുമുള്ള ഈ വിശാലമായ ശ്രമത്തിന്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഫ്രാൻസിൽ നിന്നും 114 റഫേൽ ജെറ്റുകൾ വാങ്ങാൻ ഇന്ത്യ അടുത്ത നടപടി സ്വീകരിച്ചതായി റിപ്പോർട്ടുണ്ട്. ഫ്രാൻസിലെ ദസോൾട്ട് ഏവിയേഷനിൽ നിന്ന് 114 റഫേൽ ജെറ്റുകൾ വാങ്ങാൻ ഇന്ത്യൻ പ്രതിരോധ സംഭരണ ബോർഡ് പച്ചക്കൊടി കാണിച്ചതായും റിപ്പോർട്ടുണ്ട്. റാഫേൽ വിമാനങ്ങൾ വാങ്ങുന്നതിനെ തുടർന്ന് ഇന്ത്യയുടെ നീക്കം പാകിസ്ഥാനിൽ കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ റാഫേൽ വാങ്ങലിന് മറുപടിയായി പാകിസ്ഥാൻ മുൻപ് ചൈനീസ് J-10CE യുദ്ധവിമാനങ്ങൾ വാങ്ങിയിരുന്നു. ചൈനീസ് നിർമ്മാതാക്കളിൽ നിന്നും വാങ്ങുന്നതിലൂടെ പാകിസ്ഥാൻ വ്യോമസേനയുടെ ചൈനീസ് നിർമ്മിത J-10CE യുദ്ധവിമാനങ്ങളുടെ കപ്പൽ പടയെ ശക്തിപ്പെടുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി അസിം മുനീർ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചൈനയിൽ നിന്നും 60 മുതൽ 70 വരെ മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റുകൾ ഓർഡർ ചെയ്യാൻ പാക് വ്യോമസേന പദ്ധതിയിടുന്നുണ്ടെന്നും അതോടൊപ്പം 40 J-35 സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനങ്ങൾ കൂടി അവതരിപ്പിക്കാനും പദ്ധതിയിടുന്നുണ്ടെന്നും വിദഗ്ധർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യയോട് ഏറ്റുമുട്ടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് എന്ന സൂചനകളാണ് ഇത് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാൻ കടുത്ത പ്രത്യാഘാതങ്ങൾ ഏൽക്കേണ്ടി വരുമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.